ഇനി നിങ്ങൾ ഊട്ടിയിൽ വരുമ്പോൾ ഊട്ടിയിൽ നിന്നും ഒരു 50 കിലോമീറ്ററിനടുത്ത് ദൂരം നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു അടിപൊളി വ്യൂ പോയിന്റ് ഉണ്ട്. കോടനാട് വ്യൂ പോയിന്റ്. പോകുന്ന വഴി എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവല്. ഊട്ടിയിൽ വരുന്ന എല്ലാവരും ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു വ്യൂ പോയിന്റ്. ഇന്ന് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്, അതും TNSTC ബസ്സിനകത്ത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതാണ് കോത്തഗിരി ബസ് സ്റ്റാൻഡിന്റെ തൊട്ട് മുന്നിലുള്ള വ്യൂ ആ ഇത്. എങ്ങനെയുണ്ട്? കോത്തഗിരിയിൽ ബസ് ഇറങ്ങിയിട്ട് നേരെ മുന്നിൽ കാണുന്ന ഈ ഒരു വ്യൂ കണ്ടാൽ തന്നെ മനസ്സിലാവും കോത്തഗിരിയുടെ ഒരു ഭംഗി. എന്തായാലും നീലഗിരി മലനിരകളിലെ ഏറ്റവും വലിയ ഹിൽ സ്റ്റേഷനുകളിൽ ഒന്നാണ് കോത്തഗിരി. 6400 അടി ഉയരത്തിലാണ് കോത്തഗിരി ഉള്ളത്. അതേപോലെ തന്നെ ഊട്ടിയും കൊടൈക്കനാലും ഒക്കെ അല്ലേ, അതേ ക്ലൈമറ്റ് ആണ് ഈ ഒരു സ്ഥലത്തും. ഇതാണ് കോത്തഗിരി ബസ് സ്റ്റാൻഡ്. ഇവിടുത്തെ ബസ്സുകൾക്ക് ബാക്കിൽ മാത്രമാണ് ഡോർ ഉള്ളത്. ഇവിടെ നിന്നും ഊട്ടിയിലേക്കും അതേപോലെ തന്നെ മേട്ടുപ്പാളയത്തേക്കും പിന്നെ ഈ ഒരു കോത്തഗിരിയിലെ ഉൾപ്രദേശങ്ങളിലേക്കും ഒക്കെ ഒരുപാട് ബസ്സുകൾ പോകുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പ്രൈവറ്റ് വണ്ടി എടുത്തിട്ട് വരികയാണെങ്കിലും ഏതൊരു സമയത്തും നമുക്ക് ഈ ഒരു റൂട്ടിലൊക്കെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഈ ഒരു ബസ്സിനകത്താണ് നമ്മൾ പോകുന്നത്. പറഞ്ഞു നിന്നപ്പോഴേക്കും നമ്മുടെ ബസ് ഇതാ എടുത്തു. ഇപ്പോൾ സമയം 2:30 1 മണിക്കൂർ ഗ്യാപ്പിൽ ഇവിടെ നിന്നും കോടനാടേക്ക് ബസ്സുകൾ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു സമയത്ത് വരുവാണെങ്കിലും നമുക്ക് ഇവിടുന്ന് ബസ് കിട്ടും. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഊട്ടിയിൽ നിന്നും ഡയറക്റ്റ് കോടനാട് ബസ് നിങ്ങൾക്ക് കിട്ടില്ല. ഊട്ടിയിൽ നിന്നും കോത്തഗിരി വന്നതിന് ശേഷം കോത്തഗിരിയിൽ നിന്നും മാത്രമാണ് കോടനാടേക്കുള്ള ബസ്സുകൾ പോകുന്നത്. കോടനാടേക്ക് പോകുന്ന എല്ലാ ബസ്സുകളും കോടനാട് വ്യൂ പോയിന്റിൽ പോയിട്ടാണ് തിരിച്ചു വരിക. ഏതൊരു സമയത്ത് നിങ്ങൾ വരുവാണെങ്കിലും ബസ്സിനകത്ത് വരാനും തിരിച്ചു പോകാനും ഒക്കെ പറ്റും. ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല പോലെ കോടമഞ്ഞു മൂടിയിട്ടുണ്ട്. എന്തായാലും സെക്കൻഡുകൾ മതിയല്ലോ ഇവിടുത്തെ ക്ലൈമറ്റ് മാറാൻ വേണ്ടിയിട്ട്. കോടയും തണുപ്പും അതോടൊപ്പം മഴയും വെയിലും എല്ലാം പെട്ടെന്ന് തന്നെ മാറി വരും. കുറച്ച് മുന്നോട്ട് വന്നപ്പോഴേക്കും ഊട്ടിയിലെ ഏതൊരു ഭാഗത്തേക്ക് പോയാലും നമുക്ക് കാണാൻ പറ്റുന്ന തേയിലത്തോട്ടങ്ങൾ ഇതാ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം കാഴ്ചകളുള്ളതേ റൈറ്റ് സൈഡിലാണ്, അത് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു വിഷ്വലെല്ലാം ഞാൻ കോടനാട് വ്യൂ പോയിന്റിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്തെ എടുത്തിട്ടുള്ളതാണ്. എന്തായാലും എത്ര ഭംഗിയായിട്ടാണല്ലേ ഇവിടെയൊക്കെ തേയിലത്തോട്ടങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ നടുവിലൂടെയുള്ള ആ ഒരു റോഡൊക്കെ എങ്ങനെയുണ്ട്? ആ ഒരു റോഡിലൂടെയൊക്കെ നമുക്ക് പോകാൻ പറ്റിയാലേ പൊള്ളിയായിരിക്കും. നമ്മുടെ പ്രൈവറ്റ് വണ്ടി എടുത്ത് വരുന്ന സമയത്ത് അങ്ങോട്ടൊക്കെ യാത്ര ചെയ്യാൻ പറ്റുമോ എന്നതിനെക്കുറിച്ച് എനിക്കറിയില്ല. കോത്തഗിരിയിൽ നിന്നും കോടനാടേക്ക് 18 കിലോമീറ്ററിനടുത്ത് ദൂരം വരുന്നുണ്ട്. നിങ്ങൾ ഊട്ടിയിൽ നിന്നും കോടനാടേക്ക് നോക്കുകയാണെങ്കിൽ 47 കിലോമീറ്ററിനടുത്ത് മാത്രമേ ദൂരം വരുന്നുള്ളൂ. 14 രൂപയാണ് കോത്തഗിരിയിൽ നിന്നും കോടനാടേക്കുള്ള ബസ് ടിക്കറ്റ്. ആ ഒരു മലയുടെ മുകളിൽ മൊത്തമായിട്ട് വീടുകൾ, അതിൻ്റെ താഴെ ഭാഗത്ത് ഇവിടെ മൊത്തം കൃഷിപ്പാടവും. ഇവിടുത്തെ കൃഷിയിടങ്ങളും കൃഷിപ്പാടങ്ങളും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. നമുക്ക് ഒരുപാട് സമയം നോക്കി നിന്ന് പോകാൻ പറ്റുന്ന കാഴ്ചകളും ഫ്രെയിമുകളാണ് ഈ ഒരു റൂട്ടിൽ ഉള്ളത്. കുറച്ചും കൂടി മുന്നോട്ട് പോയാലേ ഇതിലും ഭംഗിയായിട്ട് വീടുകൾ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം.
ഈ ഒരു ഇറക്കം ഇറങ്ങുന്ന സമയത്തെ റൈറ്റ് സൈഡിലെ താഴെ ഭാഗത്തേക്കുള്ള കാഴ്ചകൾ നിങ്ങൾക്കൊന്ന് കാണണ്ടേ? ഇപ്പോൾ കാണിച്ചു തരാം. തേയിലത്തോട്ടങ്ങളും അതോടൊപ്പം കേബേജും ക്യാരറ്റും ബീട്രൂട്ടും കോളിഫ്ലവറും എന്ന് വേണ്ട ഒരുവിധം എല്ലാ കൃഷിയും ഉള്ള ഒരു സ്ഥലം. ഇവിടെയുള്ള ആളുകളുടെ പ്രധാന വരുമാന മാർഗം കൃഷി തന്നെയാണ്. അത് നമുക്ക് ഈ റൂട്ടിൽ യാത്ര ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. വീണ്ടും കൃഷിപ്പാടങ്ങൾ കണ്ടോ? ഈ ഒരു സ്ഥലത്തൊക്കെ അടുത്ത കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഉഴുതു മറച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുള്ള സ്ഥലങ്ങളാണ്. നിങ്ങൾ ഊട്ടിയിൽ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഊട്ടിയിൽ വരുന്ന സമയത്ത് ബോട്ട് ഹൗസും ബോട്ടാണിക്കൽ ഗാർഡനും റോസ് ഗാർഡനും ഷൂട്ടിംഗ് പോയിന്റും പൈൻ ഫോറസ്റ്റും ഒക്കെ കണ്ടിട്ട് ഒരുവിധം എല്ലാ ആളുകളും തിരിച്ചു പോവാറാണ് പതിവ്. ഇതേപോലത്തെ കോടനാടേക്കും കോത്തഗിരിയിലേക്കും അതേപോലെ തന്നെ കിന്നക്കോര എന്ന് പറയുന്ന സ്ഥലത്തേക്കും നീലഗിരി ജില്ലയിലെ ഉൾപ്രദേശങ്ങളിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യണം. നമ്മുടെ പ്രൈവറ്റ് വണ്ടി എടുത്തുകൊണ്ട് ഈ സ്ഥലങ്ങളിലേക്കൊക്കെ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റും. അല്ലാതെ ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലേക്ക് പോകാനും TNSTC ബസ്സുകളും ഉണ്ട്. പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രിപ്പുകൾ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. തേയിലത്തോട്ടങ്ങളും കൃഷിപ്പാടങ്ങളും ഗ്രാമങ്ങളും ഒക്കെ കണ്ട് മുന്നോട്ട് വന്നപ്പോഴേക്ക് ഇതാ പൈൻ ഫോറസ്റ്റ്. ഇവിടുന്ന് ചെറിയ കയറ്റൊക്കെ ഇങ്ങനെ കയറി മുകളിലേക്ക് ഇതാ പോവുക. മഴ പെയ്യാൻ തുടങ്ങിയതുകൊണ്ട് തന്നെ അത്യാവശ്യം കോടമഞ്ഞും തണുപ്പും ഒക്കെ ഇങ്ങനെ കൂടി വരുന്നുണ്ട്. മഴ കൊള്ളണ്ടെന്ന് വിചാരിച്ചിട്ട് ആടുകൾ കയറി നിൽക്കുന്നത് കണ്ടോ? അതെന്തായാലും നല്ലൊരു കാഴ്ചയായല്ലേ. എന്തായാലും അവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പോഴേക്കും നമ്മൾ നേരത്തെ കണ്ടിട്ടില്ലായിരുന്നോ മലയുടെ മുകളിൽ ഒരുപാട് വീടുകൾ. പക്ഷെ അതിൽ നിന്നുമൊക്കെ ഒരുപാട് ഭംഗി തോന്നിക്കുന്ന ഒരു ഫ്രെയിം, നല്ല തട്ടായി കിടക്കുന്ന സ്ഥലങ്ങളിൽ അതേപോലെ തന്നെ തട്ടായിട്ടുള്ള വീടുകൾ, അതും നല്ല കളർഫുൾ ആയിട്ടുള്ള വീടുകൾ. ഇവിടെയൊക്കെ കണ്ടാലേ എങ്ങനെ കുറച്ച് സമയം നിൽക്കാതെ പോവുക. എന്തായാലും ബസ്സിനകത്തായതുകൊണ്ട് തന്നെ മനസ്സില്ലാ മനസ്സോടെ മുന്നോട്ട് പോവല്ലാതെ ഒരു രക്ഷയില്ല. ഈ റോട്ടിലെ തേയിലത്തോട്ടങ്ങൾ കാണാനേ ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ്. അവിടെ നിന്നൊക്കെ മുന്നോട്ട് വന്നപ്പോഴേക്കും കോടനാട് ടീ എസ്റ്റേറ്റ് ഇങ്ങനെ കാണാൻ പറ്റും. കോടനാട് എന്ന് പറയുന്ന സ്ഥലം ചിലപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ അവധിക്കാല വസതി ഉള്ളത് ഇവിടെയാണ്. അതേപോലെ തന്നെ 2017 കവർച്ചയും കൊലപാതകവും അങ്ങനെ ഒരുപാട് കഥകൾ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതേപോലെ ഒരുപാട് കവാടങ്ങൾ നമുക്ക് ഈ റൂട്ടിൽ കാണാൻ പറ്റും. ഇതാണ് ജയലളിതയുടെ ബംഗ്ലാവിൻ്റെ ഒരു ഗേറ്റ്. മുന്നോട്ട് കാണാൻ പറ്റാത്ത അത്രയ്ക്കും കോടമഞ്ഞ്.
നമ്മൾ ഒരു ദിവസം കൊണ്ടാണ് ഈ ഒരു കോടനാട് വ്യൂ പോയിന്റ് ഒക്കെ കണ്ടിട്ട് തിരിച്ചു പോയിട്ടുള്ളത്. താമരശ്ശേരിയിൽ നിന്നും 5:30 ബസ്സിനകത്ത് കയറിയിട്ട് നമ്മൾ മണ്ണാർക്കാട് എത്തി. അവിടെ നിന്നും 8:30 ബസ്സിനകത്ത് കയറിയിട്ട് നമ്മൾ മേട്ടുപ്പാളയത്തെത്തി. മേട്ടുപ്പാളയത്ത് നിന്നും 1 മണിയുടെ ബസ്സിനകത്ത് കയറിയിട്ടാണ് കോത്തഗിരിയിൽ എത്തിയിട്ടുള്ളത്. 2:30 ബസ്സിനകത്താണ് നമ്മൾ ഇപ്പോൾ കോടനാട് വ്യൂ പോയിന്റിലേക്ക് പോകുന്നത്. തിരിച്ച് ഊട്ടിയിൽ പോയിട്ട് 10 മണിയുടെ ബസ്സിനകത്ത് കൽപ്പറ്റയിലേക്കാണ് നമ്മൾ പോയിട്ടുള്ളത്. നമ്മൾ യാത്ര ചെയ്തിട്ടുള്ളതെല്ലാം ബസ്സിനകത്താണ്. നിങ്ങൾ പ്രൈവറ്റ് വണ്ടി എടുത്തിട്ട് വരുവാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഒരുവിധം എല്ലാ ഏരിയയും നിങ്ങൾക്ക് കണ്ട് തിരിച്ചിട്ട് പോകാൻ പറ്റും. ചില സ്ഥലങ്ങളിൽ നല്ല വെയിലായിരിക്കും, ചില സ്ഥലങ്ങളിൽ മൊത്തമായിട്ട് കോടയും, ഇവിടെ ഇതാ നല്ല ഇരുട്ടും. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ക്ലൈമറ്റൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടുള്ളത്. കോത്തഗിരിയിൽ നിന്നേ നമ്മൾ കോടനാട് റോഡിലേക്ക് കയറിയ സമയം തൊട്ടിരുതാ ഇതേപോലത്തെ ഒരുപാട് പൂക്കൾ നമുക്ക് പോകുന്നതിൻ്റെ 2 ഭാഗത്തും കാണാൻ പറ്റും. ഇതിനെ നമ്മുടെ നാട്ടിൽ അരിപ്പൂവ് എന്നാണ് പറയുക. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നമ്മളിതാ കോടനാട് വ്യൂ പോയിന്റിനടുത്തേക്ക് ഇതാ എത്തുക. ഇവിടുന്ന് ഞാനൊരു വ്യൂ കണ്ടിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഈ ഒരു വ്യൂ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടാവില്ലേ? അത് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അങ്ങനെ കോടനാട് വ്യൂ പോയിന്റിൻ്റെ പാർക്കിങ്ങിൽ നമ്മളിതാ എത്തി. കോടനാടേക്ക് വരുന്ന എല്ലാ ബസ്സുകളും ഈ ഒരു വ്യൂ പോയിന്റിൽ വന്നിട്ടാണ് തിരിച്ചു പോവുക. നമുക്കിനി 1 മണിക്കൂർ സമയമുണ്ട് ഇവിടെ മൊത്തമായിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഇവിടുന്നാണ് എൻട്രി ടിക്കറ്റ് എടുക്കേണ്ടത്. നമ്മൾ വന്നിട്ടുള്ള ബസ് ഇതാ തിരിച്ചു പോവുക. ഈ ബസ് പോയാലും പ്രശ്നമില്ല, അടുത്ത ബസ് 1 മണിക്കൂർ ഗ്യാപ്പിൽ തിരിച്ചു വരും. എന്തായാലും നമ്മൾ ഇവിടുന്ന് 30 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് കോടനാട് വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് പോവുക. ഈ ഒരു റോഡിൻ്റെ നടുവിലുള്ള ആ ഒരു മരം കാണാനേ നല്ല ഭംഗിയുണ്ടല്ലേ. അതിൻ്റെ തൊട്ടടുത്ത് കണ്ടോ ആ ഒരു പച്ച പെയിൻ്റൊക്കെ അടിച്ചിട്ടുള്ള ഒരു ബിൽഡിങ്, അതിൻ്റെ മുകളിൽ കയറിയാലും ഇവിടുത്തെ വ്യൂ നമുക്ക് കാണാൻ പറ്റും. മഴയുള്ള സമയത്തെ ശ്രദ്ധിച്ചിട്ട് ഈ ഒരു സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങിയില്ലെങ്കിൽ എപ്പോൾ പണി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. ഇവിടുന്ന് അങ്ങോട്ട് കാണുന്ന ഭംഗിയെ കുറിച്ചിട്ട് ഒരുപാട് വിശദീകരിക്കേണ്ട ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ ചില ഭാഗങ്ങളിൽ കോടമഞ്ഞും പിന്നെ ചില ഭാഗങ്ങളിൽ വെയിലും അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള നല്ല ഭംഗി നമുക്ക് എന്തായാലും ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു വ്യൂ പോയിന്റിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇപ്പോൾ കയറുന്നില്ല. ഇതിൻ്റെ സൈഡിൽ കൂടെയുള്ള ഈ ഒരു വഴിയിൽ നമുക്ക് ആ ഒരു എൻഡ് വരെ പോയി നോക്കാം. ഇതാണ് കോടനാട് വ്യൂ പോയിന്റിൻ്റെ ഒരു എൻഡ്. നമുക്ക് ഇവിടെ തെറ്റാ വരാൻ പറ്റുക. നമ്മുടെ ഇല്ലിക്കൽ കല്ലില്ലേ, ഏകദേശം അതേപോലെയൊക്കെ തോന്നില്ലേ? ആ കാണുന്നത് രംഗസ്വാമി പീക്ക. ഏകദേശം 5585 അടി ഉയരമുണ്ട് ഈ ഒരു പീക്കിന്. എന്തായാലും സെക്കൻഡുകൾ കൊണ്ട് കോടമഞ്ഞും വെയിലും അങ്ങനെ മാറി കളിക്കുക ഇവിടുത്തെ ക്ലൈമറ്റ്. അതിൻ്റെ നേരെ താഴത്തായിട്ടേ ഒരു വാട്ടർഫാൾ ഉണ്ട്, ഇത് കണ്ടോ? എന്തായാലും കോടമഞ്ഞിനിടയിലാണെങ്കിലും വാട്ടർഫാൾ ഒരു രക്ഷയില്ലല്ലേ കാണാൻ. നമ്മളെന്തായാലും കുറച്ച് കഴിഞ്ഞിട്ടല്ലേ ഇവിടുന്ന് പോവും. അപ്പോഴേക്കും കോടമഞ്ഞൊക്കെ പോവുകയാണെങ്കിൽ വാട്ടർഫാളിൻ്റെ നല്ല ഭംഗിയുള്ള വിഷ്വൽ ഞാൻ കാണിച്ചു തരാം.
നേരെ തിരിഞ്ഞു നോക്കിയ സമയത്തെ അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് നല്ല വെയിലാ. നമ്മൾ ഈ ഒരു മെയിൻ വ്യൂ പോയിന്റിന്റെ മുകളിലേക്കൊന്ന് കയറി നോക്കിയാലോ? ഈ ഒരു ഭംഗിയെ കുറിച്ചിട്ടേ ഞാനൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്തേക്ക്. സൺറൈസും അതേപോലെ തന്നെ സൺസെറ്റും ഒക്കെ നമുക്ക് ഈ ഒരു വ്യൂ പോയിന്റിൽ വന്ന് കാണാൻ പറ്റും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ആ ഒരു മലയുടെ മുകളിൽ മൊത്തമായിട്ട് കോടമഞ്ഞിങ്ങനെ പുതച്ച് കിടക്കുന്ന ആ ഒരു ഭംഗി. ഇവിടുത്തെ ആ ഒരു കാറ്റും തണുപ്പും ഈ ഒരു ചാറ്റൽ മഴയും ഒക്കെ ഒന്നൊന്നര വൈബ് തന്നെയായിരുന്നു കേട്ടോ. ഇവിടെ നിന്നാലേ ഒരുവിധം എല്ലാ ലോകവും നമുക്ക് കാണാൻ പറ്റും. താഴെ ഭാഗത്തേക്ക് കണ്ടോ, ഏക്കറ കണക്കിന് വരുന്ന കൃഷിപ്പാടം, അതിൻ്റെ തൊട്ടടുത്ത് ഒരുപാട് വീടുകളും കണ്ടോ. അതാണ് തെങ്ങുമരട എന്ന് പറയുന്ന ഗ്രാമം. മോയാർ നദിക്കരയിലാണ് ഈ ഒരു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു കുഗ്രാമം. എന്തായാലും കുറച്ച് സമയമൊക്കെ നിന്നപ്പോഴേക്കും കോടമഞ്ഞൊക്കെ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. ആ രംഗസ്വാമി പീക്ക് കണ്ടോ, അതിൻ്റെ ബാക്ക് സൈഡിലേക്ക് കാണുന്നത് എന്താണെന്നറിയോ? അവിടെയാണ് ഭവാനി സാഗർ ഡാം ഉള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാമുകളിൽ ഒന്നാണ്. കോടമഞ്ഞൊക്കെ മാറിയതുകൊണ്ട് തന്നെ അങ്ങ് ദൂരത്താണെങ്കിലും ചെറുതായിട്ട് നമുക്ക് ഭവാനി സാഗർ ഡാമും കാണാൻ പറ്റി. ആ ഒരു താഴെ ഭാഗത്ത് ആ ഒരു തെങ്ങുമരട ഗ്രാമവും അതിൻ്റെ ചുറ്റുപാടും മാത്രം ഇപ്പോൾ വെയിലുള്ളൂ. നമ്മൾ നിൽക്കുന്ന ഭാഗത്തെ നല്ല ഇരുട്ടാ. അതോടൊപ്പം വേറൊരു കാര്യം പറയാൻ മറന്നു. ഈ താഴെ ഭാഗത്തേക്ക് കാണുന്നതൊക്കെ സത്യമംഗലം കാടാ. നല്ല ഭംഗിയുള്ള ഒരു ഫ്രെയിം അല്ലേ, മൊത്തമായിട്ട് ഇരുട്ടും അതിനിടയിൽ ചെറിയ ഭാഗത്ത് കുറച്ച് വെളിച്ചവും. കോടമഞ്ഞൊക്കെ സെക്കൻഡ് വെച്ചിട്ട് ഇങ്ങനെ മാറിക്കളിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് വെയിലായ സമയത്ത് ഇതാ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള വാട്ടർഫാൾ കണ്ടോ, മേടനാട് വാട്ടർഫാൾ. അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ഈ ഒരു വാട്ടർഫാൾ ഉള്ളത്. ഈ ഒരു സ്ഥലത്തേക്ക് വരാനോ പോവാനോ ആ ഒരു രംഗസ്വാമി പീക്കിലേക്കൊക്കെ നമുക്ക് പോകാൻ പറ്റുമോ എന്നതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ല. അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുന്ന ആളുകൾ നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഊട്ടിയിൽ വരുന്ന സമയത്ത് ഊട്ടിയിലെ ഭംഗിയൊക്കെ കണ്ടുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടൊരു 47 കിലോമീറ്ററും കൂടെ ഓടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഈ ഒരു സ്ഥലത്തേക്ക് വരാതിരിക്കരുത്. ഗ്രാമീണ കാഴ്ചകൾ മാത്രം കണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് വരേണ്ടത്. അപ്പം നിങ്ങൾ 40 ആയാലും 50 ആയാലും 60 കിലോമീറ്റർ നിങ്ങൾ ഓടിയാലും ഒരു നഷ്ടവും വരാനില്ല. കാരണം അത്രയ്ക്കും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നിറച്ചു വെച്ചിട്ടുള്ള ഒരു റൂട്ടാണ്. അതെല്ലാം കണ്ട് നമ്മൾ ഈ ഒരു കോടനാട് വ്യൂ പോയിന്റിൽ എത്തിയിട്ടേ ഇവിടുത്തെ ഭംഗിയും കൂടെ കാണുമ്പോഴേക്കും സംഗതി സെറ്റാ.
അങ്ങനെ ഇവിടുത്തെ ക്ലൈമറ്റും ഇവിടുത്തെ ഭംഗിയും ഒക്കെ ആസ്വദിച്ച് സമയം പോയതറിഞ്ഞില്ല. 1 മണിക്കൂറിനടുത്ത് നമ്മൾ ഇവിടെ നിന്നു. അപ്പോഴേക്കും നമ്മുടെ ബസ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഭംഗിയൊക്കെ കണ്ടിട്ട് നമ്മളിതാ ഈ ഒരു ബസ്സിനകത്ത് തിരിച്ചു പോവാണ്. ഇതേപോലെ കോട മൂടിക്കിടക്കുന്ന റോട്ടിലൂടെയാണ് നമ്മൾ തിരിച്ചു പോയിട്ടുള്ളത്. വരുന്ന സമയത്തായാലും പോകുന്ന സമയത്തായാലും 1 സെക്കൻഡ് പോലും ബോറടിക്കാത്ത കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു റൂട്ട് തന്നെയാണിത്. നിങ്ങൾ പ്രൈവറ്റ് വണ്ടി എടുത്താലും ശരി, ബസ്സിനകത്തായാലും ശരി, ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ യാത്ര ചെയ്യണം. അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.